മീഡിയേഷൻ നടത്താൻ എല്ലാവരും സമ്മതിക്കുന്നുണ്ടെങ്കിൽ മീഡിയേഷൻ നടത്താൻ സർക്കാർ തയ്യാറാണ്. അത് എപ്പോഴും കറക്റ്റ് അല്ല, അതിൽ ചോദിക്കേണ്ട ആവശ്യമില്ല, തയ്യാറാണ്. പ്രധാനമന്ത്രി അക്കാര്യം പറഞ്ഞു ഇനിഷ്യേറ്റീവ് എടുക്കാൻ. അല്ല, അങ്ങനെ മീഡിയേഷൻ നടക്കണമെങ്കിൽ രണ്ട് പാർട്ടിയും തയ്യാറാവണ്ടേ? അപ്പോൾ അതിനുവേണ്ടി അവർ ചർച്ച നടക്കട്ടെ. പക്ഷേ പ്രൈം മിനിസ്റ്ററിന് മുമ്പിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം അവതരിപ്പിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ കേൾക്കുന്നു. അത് 5 മിനിറ്റ് ഒന്നുമല്ല, 5-10 മിനിറ്റൊന്നുമല്ല, 45 മിനിറ്റ് അവരപ്പോൾ ഇരുന്ന് മനസ്സിലാക്കി പറഞ്ഞു. ഇത് നമ്മൾ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ച് പരിഹരിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. അതിനുവേണ്ടി സർക്കാർ എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം കൃത്യമായി ഇന്ന് പറഞ്ഞു. സാർ, അതുപോലെ എഴുത്തുകാർ കണ്ടതും കൂടെ ഒന്ന് പറയാമോ? അവർ വന്നു. വളരെ സന്തോഷമായൊരു മീറ്റിംഗ് ആയിരുന്നു. കാരണം അവർ ഒരു ആവേശത്തിലായിരുന്നു, പ്രൈം മിനിസ്റ്റർ വലിയൊരു ആവേശത്തിലായിരുന്നു. അവരൊരു നല്ലൊരു മൊമെൻറ്റോ കൊടുത്തു, കേരളം എന്ന് പറഞ്ഞൊരു മൊമെൻറ്റോ. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, ഇസ്രയേലിൽ ക്നെസറ്റിലും അവിടുത്തെ ഒരു പരിപാടിയിൽ, കൾച്ചറൽ പ്രോഗ്രാമിലും അദ്ദേഹം പറഞ്ഞു, കേരള അല്ല ഇനി കേരളമാണ് പേര് ഉപയോഗിക്കേണ്ടത്. അവിടുത്തെ മലയാളികളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞു, അവരോട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കേരള. അപ്പോൾ പറഞ്ഞു അല്ലല്ല കേരളയല്ല കേരളമാണ്, അത് പറഞ്ഞു. പിന്നെ വന്ന സാഹിത്യകാരെല്ലാം പറഞ്ഞു ഇത് ഒരു മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് നമ്മളുടെ ചരിത്രവും ഇതാണ് നമ്മുടെ സംസ്കാരവും, കേരളമാണ് നമ്മളുടെ സോൾ. അവിടെ ഇന്ന് തമ്പി സാർ പറഞ്ഞു ഇത് ഞങ്ങളുടെ സോളാണ്. കേരളം ഒരു പേര് മാറ്റുന്നതല്ല, ഇതൊരു എം ആഡ് ചെയ്യുന്നതല്ല, ഇത് ഞങ്ങളുടെ ഒരു സോളാണ്. അതാണ് പ്രൈം മിനിസ്റ്റർ ചെയ്തു തന്നിരിക്കുന്നതെന്ന് അവർ അവിടെ പറഞ്ഞു. സാബു ജേക്കബ് ജി ഉണ്ടായിരുന്നു. ദീർഘകരമായ ഒരു ആവശ്യമാണ് അവരെ പള്ളിത്തർക്കം. അതിന് പ്രധാനമന്ത്രിക്ക് ഉറപ്പോ അല്ലെങ്കിൽ ഇടപെടുമെന്നെങ്കിലും ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയല്ലല്ലോ, ഇത് അവർ ചോദിക്കുന്നു, ഒരു മീറ്റിംഗ് ചോദിക്കുന്നു, പ്രൈം മിനിസ്റ്റർ അവരെ കാണുന്നു, 45 മിനിറ്റ് അവരെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ കൃത്യമായി പറയുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇങ്ങനത്തെ ഇഷ്യൂസ് കോർട്ട് വഴിയല്ല തീരുമാനിക്കേണ്ടത്, ഇത് നിങ്ങൾ തമ്മിലിരുന്നിട്ട് ഇത് പരിഹരിക്കണം. കാരണം ഡിവൈഡ് ആവാൻ പാടില്ല. ഈ ലോകത്തിലിപ്പോൾ എത്രല്ലയോ ടെൻഷൻ നടക്കുന്ന സമയത്ത് എല്ലാവരും ഡിവൈഡ് ആകുമ്പോൾ ഓരോരോ ഈ കമ്മ്യൂണിറ്റിയും സമൂഹവും ഇങ്ങനെ ഡിവൈഡ് ആവാൻ പാടില്ല. നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഇത് പരിഹരിക്കണം എന്നാണ് ഒരു ഉപദേശം, ഒരു നിർദ്ദേശം. രണ്ടാമത്തത്, നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എന്താണെങ്കിലും സർക്കാർ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളെ സഹായിക്കാൻ. നിങ്ങളെന്ന് പറഞ്ഞാൽ 2 പേരും 2 ഗ്രൂപ്പ്സിന് സഹായിക്കാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. അത് ഞാനും പറഞ്ഞു. ചുമതലപ്പെടുത്തിയ അക്കാര്യത്തിൽ മീഡിയേഷൻ ഒരു വാർത്ത വരുന്നത് ശരിയാണോ? അല്ല, ഞാൻ മീഡിയേഷൻ ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ വാർത്ത എന്താണ്? ഞാൻ ഇന്ന് പറയുന്നല്ലോ. എന്നോട് അങ്ങനെ ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ ചോദിക്കുന്നത്? എന്നാണ് ചോദിക്കുന്നത്? ഞാൻ അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഇത് പരിഹരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇന്നും പറയുന്നു, എല്ലാവരുടെ മുമ്പിൽ പറയുന്നു, നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മീഡിയേറ്റ് ചെയ്യാനോ എന്ത് കസരത്ത് ചെയ്യാൻ തയ്യാറാണ്, ഇവിടെയും ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ. ശബരിമല വിഷയത്തിൽ ഇന്ന് യുവമോർച്ച എന്ന ശക്തമായ സമരം നടത്തി ദേശീയ തലത്തിൽ ചർച്ച ചെയ്യാനുള്ള നീക്കമാണ്. അല്ല, ഇത് നടക്കണം. കാരണം ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇത് എങ്ങനെയാണ് കോൺഗ്രസ് UDF ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ശബരിമല കൊള്ള ദല്ലാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 5-6 തവണ എല്ലാം സോണിയാഗാന്ധിയുടെ വീട്ടിൽ വന്ന് സോണിയാഗാന്ധിനെ കാണുന്നു? സോണിയാഗാന്ധി എന്താ ശബരിമല ഭക്തനാണോ? അപ്പോൾ അത് എന്താണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 4.5 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതോരോ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൊണ്ട് ചെയ്തിട്ട് കൊള്ള നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറുന്നത്? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? അത് നിങ്ങളെല്ലാവരും ചോദിക്കണം. ചോദിക്കാത്ത സമയത്താണ് യുവമോർച്ച വന്നിട്ട് ഇവിടെ ചോദിക്കുന്നത്. യുവമോർച്ച കേരളത്തിന് ട്രെയിനിൽ 3 ദിവസം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് എന്താണ് ചോദിക്കുന്നത്? എന്തുകൊണ്ട് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റീനെ കാണുന്നു? അതൊരു ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് SIT സോണിയാഗാന്ധിനെ ചോദ്യം ചെയ്യുന്നില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് തമ്മിൽ എന്താണ് അന്തർധാരണ, എന്താണ് അണ്ടർസ്റ്റാൻഡിങ്? 6 മാസമായി, ഏകദേശം 6 മാസമായി ഈ അന്വേഷണം തുടങ്ങിയിട്ട് SITൻ്റെ.
ഇന്ന് ആർക്കെങ്കിലും ഏത് മലയാളിയാണ്, ഏത് ഭക്തൻ, അയ്യപ്പൻ ഭക്തനാണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കൃത്യമായി മുമ്പിൽ വെച്ചിട്ടുണ്ടോ? ആരാണ് ചെയ്തത്, എന്തുകൊണ്ട് ചെയ്തു, പോറ്റീനെ ആരാണ് സഹായിച്ചത്? ഒരു ക്ലാരിറ്റി ആർക്കെങ്കിലും കിട്ടിയിട്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരു ഭക്തനാണ്, എനിക്ക് ആവശ്യമാണ് ഇത് കണ്ടുപിടിക്കാൻ. ഈ ഇൻഫർമേഷൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഇത് പോലീസ് ഒന്ന് പറഞ്ഞു തരണം, പിണറായി വിജയൻ ഒന്ന് പറഞ്ഞു തരണം, ഇതാരാണ് ചെയ്തത്, പോറ്റീനെ സഹായിച്ചത് ആരാണെന്ന്. അത് ചോദിക്കുമ്പോൾ പോറ്റീൻ്റെ ഫോട്ടോ സോണിയാഗാന്ധിൻ്റെ വീട്ടിൽ 5-6 തവണ കയറി ഇറങ്ങുന്ന ഫോട്ടോ വരുമ്പോൾ ചോദിക്കണ്ടേ, സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്? കോൺഗ്രസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ, ആൻറ്റോ ആൻ്റണിയും അടൂർ പ്രകാശ് തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് ചോദിക്കണ്ടേ? അത് ചോദിക്കാത്ത സമയത്താണ് നമ്മൾ യുവമോർച്ച ഇവിടെ ടീം വന്ന് ചോദിക്കുന്നത്. സോണിയാഗാന്ധിൻ്റെ വീട്ടിൽ മുമ്പിൽ വന്ന് ചോദിക്കുന്നു. ഹിന്ദിയിൽ പറഞ്ഞില്ലേ, സോണിയാഗാന്ധി ചുപ്പിച്ചോടോ. രാഹുൽ ഗാന്ധി ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ആൾക്കാരല്ലേ, നമ്മുടെ ഡയലോഗാണ് സോണിയാഗാന്ധി ചുപ്പിച്ചോടോ. എന്തെങ്കിലും പറയൂ സോണിയാഗാന്ധി. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കടത്തിയ സ്വർണം ഇറ്റലിയിലേക്ക് കടത്തിയെന്ന് CBI അന്വേഷണം വേണം, സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ അല്ല, ഇത് നോക്കൂ, ഇതിൻ്റെ ഒരു വ്യക്തത വരാത്ത വരെ ഇതെല്ലാം തിയറീസ്, ലെജിറ്റിമേറ്റ് തിയറീസ് ആണോ? ഇറ്റലിയിൽ പോയോ, സോണിയാഗാന്ധിൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റിക്ക് കച്ചവടം നടത്തുന്നു, അതിനാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്? ഇതെല്ലാം ഒരു സ്പെക്യുലേഷൻ അല്ലേ, എനിക്ക് ഒരു തെളിവില്ല. പക്ഷേ ഇതിന് ക്ലാരിഫൈ ചെയ്യേണ്ടത് ആരാ? സോണിയാഗാന്ധി അല്ലേ? അല്ല, ഞാൻ ചോദിക്കാം, എൻ്റെ വീട്ടിൽ ഒരു കള്ളൻ വന്ന് എൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുത്താൽ, എന്നോട് ചോദിച്ചാൽ ഈ കള്ളൻ നിങ്ങളൊപ്പം എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് ചോദിച്ചാൽ ഞാനൊരു ഉത്തരം കൊടുക്കില്ലേ, ഒരു മറുപടി തരില്ലേ? എന്താണ് സോണിയാഗാന്ധി എന്ന് പറയാത്തത്? രാഹുൽ ഗാന്ധി ലോകത്തിൻ്റെ എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ്. പ്രിയങ്ക ഗാന്ധി ഗാസ, സിറിയ, ലണ്ടൻ, ടോക്കിയോ, വെനസ്വേല, ഇതിനെക്കുറിച്ചെല്ലാം പോസ്റ്റ് ചെയ്യും. പിന്നെ എന്തുകൊണ്ട് പോറ്റി വീട്ടിൽ കയറി സോണിയാഗാന്ധിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന കുറിച്ച് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല? അതാണ് ഞങ്ങളുടെ ഏറെ ബഹുമാനപ്പെട്ട ഒരു ചോദ്യം. ഏറെ റെസ്പെക്റ്റ് കൊണ്ട് സോണിയാഗാന്ധിയോട് ചോദിക്കുന്നു, നിങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ മീറ്റിങ്ങിൽ നിങ്ങൾ എന്ത് ചർച്ച ചെയ്തു? എന്തായിരുന്നു എജൻഡ? 5 തവണ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടു? അതിൻ്റെ മറുപടി ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇലക്ഷൻ്റെ മുമ്പ് എന്തോ നോക്കൂ, പ്രചാരണത്തിൽ എല്ലാവരും ഇറങ്ങും. അത് പ്രവർത്തകരായിട്ടാണ് ഇറങ്ങുന്നത്. ഞാനും നിയമത്ത് ഇറങ്ങി. അത് ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ അവിടെ മത്സരിക്കാൻ പോകുന്നില്ലെങ്കിലും ഞങ്ങൾ വർക്ക് തുടങ്ങും. കാരണം BJP NDAൻ്റെ സ്ഥാനാർത്ഥി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ലക്ഷ്യം. അതിനുവേണ്ടി പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി. അത് ഇനിയും മുമ്പോട്ട് പോകും. തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീലയ്ക്കെതിരെ പോസ്കോ ആരോപണം അവർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പാർട്ടി അധ്യക്ഷന്റെ നിലപാട്. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് എൻ്റെ നിലപാട്.